ഞാൻ എങ്ങനെയാണ് യോഗയിലെത്തിയത് എന്നുള്ളത്. ചെറുപ്പം മുതലേ യോഗയോട് ഭയങ്കര താല്പര്യമായിരുന്നു. താല്പര്യം വരാൻ കാരണം തന്നെ അച്ഛൻ എപ്പോഴും യോഗ ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ അറിവ് വെച്ച മുതൽ ഞാൻ കാണാറുണ്ട്. രാവിലെയും വൈകുന്നേരം അച്ഛൻ ആസനാസ് ചെയ്യുന്നതും പ്രാണായാമം ചെയ്യുന്നതും ഒക്കെ കാണാറുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലും ഒരുപാട് വേദങ്ങളും ഒരുപാട് പുസ്തകങ്ങളും എല്ലാം ഈ ഫിലോസഫീസ് ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ തുറന്നു നോക്കിയിട്ടൊന്നുമില്ല. ചെറുപ്പത്തിൽ അതൊന്നും നമ്മൾ ഇൻട്രസ്റ്റഡ് അല്ലല്ലോ. പക്ഷെ ഇതൊക്കെ സ്ഥിരം കാണാറുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു സ്വാമിജി ഉണ്ട്, ചിദാനന്ദഗിരി. കൊല്ലൂർ ഗരുഡ ഗുഹ ആശ്രമത്തിലായിരുന്നു. ഗരുഡ ഗുഹ ആശ്രമത്തിലെ സൗപർണികേൻ്റെ തീരത്ത് തന്നെ, മൂകാംബിക ക്ഷേത്രത്തിൻ്റെ സൗപർണിക തീരത്ത് തന്നെ ഗരുഡ ഗുഹാശ്രമം. അവിടെ ആയിരുന്നു കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുക. അച്ഛൻ്റെ കൂടെ പോവും. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സദസ്സാണ്. ആൾക്കാർ ഒരുപാട് അറിവുള്ള ഒരുപാട് പേര്, പല ഫീൽഡിലുള്ള ആൾക്കാർ, ഡോക്ടർമാരുണ്ട്, പിന്നെ എന്താ പറയുക, എൻജിനീയേഴ്സ് ഉണ്ട്, ആർക്കിടെക്ട്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പല തലത്തിലും നല്ല രീതിയിൽ എത്തിപ്പെട്ട പല ആൾക്കാരും അവിടെ ആൾക്കാർ ഇരുന്ന് ഇങ്ങനത്തെ ഒരുപാട് ഫിലോസഫീസ് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ചെറിയ പ്രായം, ഒരു 8 വയസ്സോ 9 വയസ്സോ എങ്ങാനും ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ കേൾക്കും, പിന്നെ കളിക്കാൻ പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ യോഗ തുടങ്ങിയത്. അപ്പം സ്വാമിജി യോഗ പഠിപ്പിച്ചു. കുറേ കാലം ആസനാസും പ്രാണായാമമൊക്കെ ചെയ്തു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അതിൽ കൂടുതലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷെ അപ്പോഴും സ്വാമിജി ഉറപ്പിച്ച് പറഞ്ഞു, വഴി യോഗ തന്നെയാണ്, പിന്നെ കൂടുതലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി, താനേ അത് വന്ന് ചേർന്നോളും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാമിജി ഒരുപാട് വർഷങ്ങളോളം, ഒരു 80s സ്വാമിജി സമാധി ആവുന്നത്. പക്ഷെ അത്രയും കാലം സ്വാമിജിയുടെ ജീവിതവും ഇതുപോലെ തന്നെ കാഷായ വസ്ത്രമായിരുന്നു. പിന്നെ ഒരു നേരമോ അല്ലെങ്കിൽ മാക്സിമം ഒരു 2 നേരം മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. എപ്പോഴും യോഗ ചെയ്യും, മെഡിറ്റേഷനിലായിരുന്നു. അപ്പം അതൊക്കെ കണ്ടു വളർന്നു. പക്ഷെ അന്ന് പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിൽ അത് ചോദ്യങ്ങളായിട്ട് എനിക്ക്, ഐ ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ, നമ്മൾക്ക് എപ്പോഴും ആൾക്കാർക്ക് വേണ്ടത്, ചോദ്യങ്ങൾ വരുന്നത് അങ്ങനെയാണല്ലോ. ആൾക്കാർക്ക് വേണ്ടത് വൈ, എന്തുകൊണ്ടാണ് എന്നുവെച്ചാൽ ശാസ്ത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്, നമുക്കറിയാം അതൊക്കെ ശരിയാണെന്ന്. ശാസ്ത്രങ്ങൾ പറഞ്ഞതൊക്കെ ഒട്ടും സംശയം വേണ്ട, 101% ശരിയാണ്. പക്ഷെ അത് സയൻറ്റിഫിക്കലി നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അതായിരുന്നു എൻ്റെ ദൗത്യം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ യോഗ പഠിച്ചു. അത് കഴിഞ്ഞ് ആയുർവേദം ചെയ്തു. പിന്നെ ആയുർവേദത്തിലും അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ അതും സയൻറ്റിഫിക്കലി നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു രീതി. അത് ആയുർവേദം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും യോഗ ക്ലാസ്സസ് ഒരുപാട് നടത്തിക്കൊണ്ടായിരുന്നു. കഴിഞ്ഞ 25 വർഷത്തിൽ കൂടുതലായി ഞാൻ യോഗ ക്ലാസ്സസ് നടത്തുന്നു. അപ്പോഴേ സ്റ്റുഡൻസിൻ്റെ അടുത്താണല്ലോ നമ്മൾ പഠിക്കുക. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളായിരുന്നു എൻ്റെ മുന്നോട്ട് പോകേണ്ട പ്രചോദനം. അപ്പോൾ പല ചോദ്യങ്ങൾ ഞാൻ എഴുതി വെക്കും. എത്ര സില്ലിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാൻ, എൻ്റെ പുസ്തകമുണ്ട്, അതിൽ എഴുതി വെക്കും. എന്നിട്ട് അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കലായിരുന്നു എൻ്റെ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ MSc ഇൻ യോഗ തെറാപ്പി ചെയ്തു. അങ്ങനെ MSc ഇൻ യോഗ തെറാപ്പി 2nd റാങ്ക് കൂടെയാണ് ഞാൻ പാസ്സായത്. പക്ഷേ ഇത് റാങ്കിൻ്റെ കാര്യമല്ല, പക്ഷേ ഇൻട്രസ്റ്റ് ഇൻ ദ സർട്ടൻ ഏരിയാസ് എന്നായിരുന്നു മെയിൻ. അപ്പോൾ ഒരുപാട് പഠിപ്പിച്ചതിനേക്കാളും ഒരു 100 ഇരട്ടി ഞാൻ അവിടുന്ന് പഠിച്ചു എന്നുള്ളതാണ്. പഠിപ്പിച്ചത് അത്ര മാത്രം, പക്ഷെ കൂടുതൽ ഞാൻ ഓരോന്നും റെഫർ ചെയ്തിട്ടൊക്കെയാണ് കൂടുതലും പഠിച്ചത്. പിന്നെ എവിടെയെങ്കിലും ഒരു യോഗ ക്ലാസ് ആരെടുത്താലും, എൻ്റെ ചുറ്റുവട്ടത്തിലോ അല്ല എനിക്ക് എത്തിച്ചേരാവുന്ന ഒരു സ്ഥലത്തോ എനിക്ക് യോഗ ക്ലാസ് കിട്ടിയാൽ ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അത് ആരെടുത്താലും, വലിയൊരാളെടുത്താലും ചെറിയൊരാളെടുത്താലും അതിൽ നിന്ന് എനിക്ക് എന്തായാലും എന്തെങ്കിലും കിട്ടും. അങ്ങനെയാണ് ഞാൻ വളർന്നത്. അത് ഇന്ന് ഞാൻ എല്ലാവരോടും പറയുന്നത് അതാണ്. ഇത് ഇങ്ങനെ ഒരു ക്ലാസ് കാണുമ്പോൾ ഇത് നല്ലതാണോ മോശമാണോ അതൊന്നും നിങ്ങൾ എവിടെയും പിന്നെ അനലൈസ് ചെയ്യാൻ പോകണ്ട. ക്ലാസ് പോയിരിക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് എന്തായാലും കിട്ടും. അപ്പം അങ്ങനെയായിരുന്നു യോഗ അങ്ങനെ പഠിച്ചതും. ഒരുപാട് ഗുരുക്കന്മാർ, ഒരുപാട്. അത് പിന്നെ കഷായ വസ്ത്രധാരികൾ മാത്രമല്ല, നല്ല സൂട്ടും കോട്ടും ഇട്ടിട്ട് നടക്കുന്ന ആൾക്കാരുടെ അടുത്തും എനിക്ക് യോഗ കിട്ടിയിട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ അടുത്തും യോഗ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പല സൈഡിൽ നിന്നും ഞാൻ യോഗ പഠിച്ചു. പഠിച്ചതൊക്കെ ഞാൻ ഒരുപാട് സ്ഥലത്ത് എനിക്ക് ക്ലാസ് എടുക്കാം. ഇപ്പോൾ 1000 കണക്കിന് ഞാൻ സെഷൻസ് എടുത്തു കഴിഞ്ഞു. ഞാനൊന്നും കൗണ്ട് വെച്ചിട്ടൊന്നുമില്ല.
അമേരിക്കയിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ കാലിഫോർണിയ ലോസ് ഏഞ്ചൽസിൽ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. കൊളറാഡോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ബോൾഡർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ബാംഗ്ലൂർ വന്നിട്ട് 12 വർഷങ്ങളോളം അവിടെ ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഓഫ്ലൈൻ ക്ലാസ്സസ് ആണ്. പിന്നെ കേരളത്തിലും പല സ്ഥലത്തും ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സസ് നമുക്ക് എത്താൻ പറ്റാത്ത ഇപ്പോഴും ഓൺലൈൻ ക്ലാസ്സസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആൾക്കാർക്ക് കൂടുതൽ എനിക്ക് അറിയാവുന്നതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യാനും ആൾക്കാർക്ക് അത് പിന്നെ ഷെയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് കൂടുതലും ഞാൻ എൻ്റെ ക്ലാസ് ഉപയോഗിക്കാറ്. യോഗയിൽ ഇനിയും പഠിക്കാനുണ്ട്, ഒരുപാടുണ്ട്. ആരും അത്രയും മെനക്കെടുന്നില്ല എന്ന് വെച്ചാൽ അത് ഓരോരോ ശ്ലോകവും ഇപ്പോൾ ഞാൻ പഠിച്ചു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഓരോരോ ശ്ലോകവും എടുത്ത് അതിൽ വർക്ക് ചെയ്യുകയാണ് ഞാൻ. ഓരോരോ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാണ്. ആദ്യം സംസ്കൃതത്തിൽ മനസ്സിലാക്കി, പിന്നെ അതിൻ്റെ ഡീപ്പ് മീനിങ് എന്താണെന്ന് മനസ്സിലാക്കി, ആ ഡീപ്പ് മീനിങ് എങ്ങനെയാണ് സയൻസിലായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക, അങ്ങനെ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ഓരോരോ വർക്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ആൾക്കാർ ഇതിനു വേണ്ടിയിട്ട് മുന്നിലോട്ട് വരണം എന്നും ഇങ്ങനെ ഒരു കൂട്ടായ്മയോടെ നമുക്ക് ഇങ്ങനത്തെ വർക്ക്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിന് ഇത് നാളത്തേക്ക് ഒരു വലിയൊരു എന്താ പറയുക നിധിയായിട്ട് നമുക്കത് കൊടുക്കാൻ പറ്റും. അത്രക്കും കണ്ടൻസ് ആണ് ഈ ആയുർവേദത്തിലും യോഗയിലും നമ്മളെ പല ശാസ്ത്രങ്ങളിലും ഉള്ളത്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.